ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ മഞ്ജു മുകുന്ദനോട് പറയുന്നുണ്ട്, മുകുന്ദനെ അറസ്റ്റ് ചെയ്യാൻ അച്ചു ഇങ്ങോട്ടേക്ക് പുറപ്പെട്ടു കഴിഞ്ഞു. ഞാൻ അപ്പോഴേ പറഞ്ഞതാണ് മുകുന്ദനോട് ഇവിടെ നിന്നും മാറി നിൽക്കാൻ. ഇപ്പൊ എന്തായി? അച്ചു അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് മഞ്ജു അങ്ങനെ പറയാണ്. ഇത് കേട്ടുകൊണ്ട് അങ്ങോട്ടേക്ക് അർച്ചന വരികയാണ്. അർച്ചന എന്നിട്ട് പറയുന്നുണ്ട്, ഇവനെ അറസ്റ്റ് ചെയ്യുമെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു, അത് ഇവർക്കും അറിയായിരുന്നു. പിന്നെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം? മുകുന്ദൻ ഇവിടെ തന്നെയുണ്ടല്ലോ, പിന്നെന്താണ് പ്രശ്നം? എഴുതി തയ്യാറാക്കിയ തിരക്കഥ നിങ്ങളുടെ കൈവശമുണ്ടെങ്കിൽ അതാരും ഇവിടെ നിന്ന് വായിക്കേണ്ട. നിങ്ങളാരും വിചാരിക്കുന്നത് പോലെ ഇവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അമ്പാട്ട് വീട്ടിൽ നിന്നും മുകുന്ദനെ എന്തായാലും പോലീസുകാരി പിടിച്ചുകൊണ്ടു പോകാൻ പോകുന്നില്ല, അതിലൊരു സംശയവുമില്ല എന്നങ്ങനെ അർച്ചന പറയുമ്പോൾ രുക്കു പറയുന്നുണ്ട്, നിയമലംഘനമല്ലേ ചേച്ചി ചെയ്യാൻ പോകുന്നത്? ഇതേ അങ്ങനെ ഇവിടെ നിന്നും മാറ്റാനൊന്നും പറ്റില്ല എന്ന് രുക്കു അങ്ങനെ പറയാണ്. രമ്യക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. രമ്യ പറയുന്നുണ്ട്, ഇത്രയും കാലം ഞാൻ ചേച്ചിയാണ് വിശ്വസിച്ചിരുന്നത്, ഈ കാര്യത്തിലും ചേച്ചിയെ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇവിടെ എന്താണ് നടക്കുന്നത് ചേച്ചി? മുകുന്ദേട്ടനെ പോലീസ് അറസ്റ്റ് ചെയ്യുമോ എന്ന് രമ്യ അങ്ങനെ സങ്കടത്തോട് ചോദിക്കുകയാണ്. ചിലപ്പോ പറയുന്നുണ്ട്, രമ്യ നീ എന്നിൽ അർപ്പിച്ച ആ വിശ്വാസത്തിന് ഒരു കോട്ടവും സംഭവിക്കില്ല. വീട്ടിൽ വെച്ച് ചേട്ടന്റെ കയ്യിൽ അനിയൻ വിലങ്ങ് വെച്ചു കൊണ്ടുപോകാൻ ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അത് ഞാൻ പറഞ്ഞത് തന്നെയാണ്, അതിലൊരു മാറ്റവും സംഭവിക്കില്ല. മുകുന്ദ, നീ ഇപ്പൊ തന്നെ എന്റെ കൂടെ വരണമെന്ന് അർച്ചന അങ്ങനെ മുകുന്ദനോട് പറയാണ്. മുകുന്ദനപ്പ പറയുന്നുണ്ട്, ശരി ചേച്ചി, ഞാൻ ഈ ഡ്രസ്സ് ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് വരാം. എങ്ങോട്ടാണ് ചേച്ചി പോകുന്നതെന്ന് ചോദിക്കുകയാണ്. അർച്ചനപ്പ പറയുന്നുണ്ട്, പോകുന്നത് എങ്ങോട്ടാണെന്ന് ഞാൻ പോകുന്ന വഴി പറയാം, നീ ഇപ്പോ എന്റെ കൂടെ വായോ, ഡ്രസ്സൊന്നും ചേഞ്ച് ചെയ്യണ്ട എന്ന് പറഞ്ഞ് അർച്ചനയും മുകുന്ദനും അപ്പൊ തന്നെ അവിടെ നിന്നും പോവുകയാണ്. അർച്ചന അങ്ങനെ ചെയ്തതിൽ രുക്കുവും മഞ്ജുവും ആകെ ഷോക്കായി അങ്ങനെ നിൽക്കുന്നുണ്ട്. രമ്യയോട് അവര് ചോദിക്കുന്നുണ്ട്, എങ്ങോട്ടാണ് അർച്ചനേച്ചി മുകുന്ദനെ വിളിച്ചു കൊണ്ടുപോയതെന്ന്. രമ്യ അപ്പൊ പറയുന്നുണ്ട്, എനിക്കറിയില്ല, എങ്ങോട്ടാ പോയതെന്ന് ചേച്ചിക്കല്ലേ അറിയൂ എന്ന് പറഞ്ഞ് രമ്യ അങ്ങനെ അകത്തേക്ക് പോവുകയാണ്. മഞ്ജു അപ്പൊ രുക്കുവിനോട് പറയുന്നുണ്ട്, തക്ക സമയത്ത് ചേച്ചി മുകുന്ദനെയും കൊണ്ട് ഒളിവിൽ പോയതാണെന്ന് പറയാണ്. രുക്കു ആണെങ്കിൽ അപ്പൊ തന്നെ വേഗം റൂമിലേക്ക് പോവുകയാണ്. റൂമിൽ പോയി വേഗം തന്നെ ഫോൺ എടുത്ത് അച്ചുവിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, പ്രതിയെ അറസ്റ്റ് ചെയ്യാനാണ് നീ ഇങ്ങോട്ടേക്ക് വരുന്നതെങ്കിൽ ഇനി വരണമെന്നില്ല. നിന്റെ ചേച്ചി ആ പ്രതിയെയും കൊണ്ട് ഇവിടെ നിന്നും മുങ്ങി. പട്ടാപ്പകൽ നിന്റെ ചേച്ചി ഈ പണി ചെയ്യുമ്പോൾ എനിക്കത് നിന്നെ അറിയിക്കാനുള്ള ബാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. കുന്ദൻ രക്ഷപ്പെട്ടാലും നീ കുഴപ്പത്തിലാവണമെന്നാണ് നിന്റെ ചേച്ചിയുടെ ആഗ്രഹം. അതുകൊണ്ടല്ലേ ഈ പണി ചെയ്തിരിക്കുന്നത്. നിന്റെ ചേച്ചി നിയമത്തെയാണ് വെല്ലുവിളിച്ചിരിക്കുന്നത്. ഒക്കെ എവിടെ നടക്കുന്ന കാര്യമാണെന്ന് രുക്കു അങ്ങനെ ദേഷ്യത്തോടെ അച്ചുവിനോട് പറയാണ്. അച്ചു രുക്കുവിനോട് ചോദിക്കുന്നുണ്ട്, ചേച്ചി മുകുന്ദേട്ടനും കൂടി എങ്ങോട്ടേക്കാണ് പോയത്? നിനക്ക് അറിയോ പോയ സ്ഥലം എന്ന് ചോദിക്കുകയാണ്. രുക്കു പറയുന്നുണ്ട്, എനിക്കറിയില്ല, പോകുന്ന സ്ഥലം ഇവിടെ ആരോടും പറഞ്ഞിട്ടില്ല. പറഞ്ഞാൽ ഞാൻ അറിയുമല്ലോ, അറിഞ്ഞു കഴിഞ്ഞാൽ അത് ഞാൻ നിന്നെയും അറിയിക്കും. അത് നിന്റെ ചേച്ചിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ടായിരിക്കും സ്ഥലം പറയാതെ വേഗം തന്നെ ഇവിടുന്ന് സ്ഥലം വിട്ടത്. എന്നെ പരാജയപ്പെടുത്താൻ വേണ്ടിയാണ് നിന്റെ ചേച്ചി ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇനി ഇങ്ങോട്ടേക്ക് വന്ന സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് തന്നെ പ്രതിയെയും പ്രതിയെ സഹായിച്ച വക്കീലിനെയും കണ്ടുപിടിക്കാൻ നോക്ക് എന്ന് രുക്കു പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, പ്രതിയെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ ഇറങ്ങിയിരിക്കുന്നത്. എന്തായാലും ഞാൻ പ്രതിയെ കണ്ടുപിടിച്ചിരിക്കും. ഒളിച്ചാലും പ്രതിയെ ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നീ ആ വാർത്തയ്ക്കായിട്ട് കാത്തിരുന്നോ എന്ന് പറഞ്ഞുകൊണ്ട് അച്ചു അങ്ങനെ ഫോണ് കട്ട് ചെയ്യാണ്. ഇത് കേട്ട് രുക്കുവിനാകെ സന്തോഷാവുന്നുണ്ട്. അതിനുശേഷം വിജയ് ശങ്കർ ആണെങ്കിൽ തന്റെ ഓഫീസിലേക്ക് വിളിച്ച് അസിസ്റ്റന്റ് വക്കീലിനോട് പറയുന്നുണ്ട്, താൻ എന്തിനാണ് ഓഫീസിൽ നിന്ന് പുറത്തേക്ക് ഇപ്പൊ പോയത്? ഫുൾ ടൈം ഞാൻ അവിടെ ഉണ്ടാവണമെന്നല്ലേ പറഞ്ഞത്? അർച്ചന അസോസിയേറ്റ്സിന്റെ ഓരോ മൂവ്മെന്റ്സും അറിഞ്ഞിരിക്കണം എന്നങ്ങനെ വിജയ് ശങ്കർ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ചന്ദ്ര വരുന്നുണ്ട്. ചന്ദ്ര എന്നിട്ട് വിജയ് ശങ്കറിനോട് പറയുന്നുണ്ട്, നിങ്ങൾ ഇവിടെ ഇരുന്ന് ഫോണിൽ നിർദ്ദേശം കൊടുത്തിട്ടൊന്നും ഒരു കാര്യവുമില്ല. കുന്ദന്റെ അറസ്റ്റ് ഒന്നും നടക്കാൻ പോകുന്നില്ല. അതിനുവേണ്ടി എത്രയും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. അർച്ചന മുകുന്ദനെയും കൊണ്ട് അവിടെ നിന്ന് മുങ്ങി എങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിജയ് ശങ്കർ ആകെ ഷോക്കാവുന്നുണ്ട്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, രുക്കുവാണ് ഈ കാര്യം ഇപ്പൊ എന്നെ വിളിച്ചു പറഞ്ഞത്. നെൽപ്പിൽ മുകുന്ദനെയും വിളിച്ചുകൊണ്ട് അർച്ചന സ്ഥലം വിടുകയായിരുന്നു അത്രേ. അർച്ചന മുകുന്ദനെ ഏത് പാതാളത്തിൽ ഒളിപ്പിച്ചാലും അവരെ കണ്ടുപിടിക്കണം, ഇതിനെയും പൊക്കണം. അർച്ചന മുകുന്ദനെയും കൊണ്ടുപോകാനുള്ള സ്ഥലങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ് ചന്ദ്ര അങ്ങനെ സ്ഥലങ്ങളെല്ലാം വിജയ് ശങ്കറിനോട് പറയാണ്. ഇത് കേട്ട് വിജയ് ശങ്കർ പറയുന്നുണ്ട്, ഈ സ്ഥലങ്ങളൊക്കെ നിനക്കറിയാമെന്ന് ചന്ദ്രയ്ക്ക് അറിയുമല്ലോ, അപ്പൊ പിന്നെ എന്തായാലും അർച്ചന അങ്ങോട്ടേക്കൊന്നും മുകുന്ദനെ കൊണ്ടുപോകാൻ സാധ്യതയില്ല. അങ്ങനെ വിജയ് ശങ്കർ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, എന്തായാലും വിജയേട്ടൻ ഇപ്പൊ തന്നെ ACPയെ വിളിച്ച് ഈ കാര്യങ്ങളൊന്ന് പറയേ. അപ്പോ അർച്ചന അങ്ങോട്ടേക്ക് തന്നെയായിരിക്കും മുകുന്ദനെ കൊണ്ടുപോയിരിക്കുന്നത്. എന്തായാലും പോലീസ് എല്ലായിടത്തും റെയ്ഡ് നടത്തുന്ന സമയത്ത് എവിടെന്നെങ്കിലും മുകുന്ദനെ കിട്ടും. ജേട്ടൻ ഇനിയും അർച്ചനയെയും മുകുന്ദനെയും രക്ഷപ്പെടാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കാതെ ACPയെ വിളിച്ച് ഇപ്പൊ തന്നെ കാര്യങ്ങൾ പറയെന്ന് ചന്ദ്ര അങ്ങനെ വിജയ് ശങ്കറിനോട് പറയാണ്. വിജയ് ശങ്കർ അപ്പൊ തന്നെ ACPയെ വിളിക്കാനായി നിൽക്കുകയാണ്. അപ്പോഴേക്കും വീട്ടിലാരോ വന്ന് കോളിംഗ് ബെൽ അടിക്കുന്നുണ്ട്. വിജയ് ശങ്കറും ചന്ദ്രയും താഴേക്ക് പോവുകയാണ്. വിമലയാണെങ്കിൽ അപ്പോഴേക്കും പോയി വാതിൽ തുറക്കുന്നുണ്ട്. അച്ചുവും പോലീസുകാരും നേരെ ചന്ദ്രകാന്തത്തിലേക്കാണ്
വിമലയാണ് വന്നിരിക്കുന്നത്. അച്ചുവിനെ കണ്ട് വിമല ചോദിക്കുന്നുണ്ട്, ആ അച്ചുവോ, നീ എന്താ പോലീസുകാരെയൊക്കെ വിളിച്ച് ഇങ്ങോട്ടേക്ക് എന്ന് ചോദിക്കുകയാണ്. അച്ചു അപ്പൊ വിമലയോട് പറയുന്നുണ്ട്, വിജയ് ശങ്കറും ഭാര്യയും ഇല്ലേ ഇവിടെ, ഇങ്ങോട്ടേക്ക് വിളിക്കുക എന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വിജയ് ശങ്കറും ചന്ദ്രയും വരുന്നുണ്ട്. അച്ചുവിനെ കണ്ടതും വിജയ് ശങ്കർ ചോദിക്കുന്നുണ്ട്, നീ എന്താണ് ഇവിടെ എന്ന്. ചന്ദ്രയും അപ്പൊ പറയുന്നുണ്ട്, നീ ഇവിടെ വന്നിട്ട് ഒരു കാര്യവുമില്ല, നിന്റെ ചേച്ചി മുകുന്ദനെയും കൊണ്ട് നീ അറിഞ്ഞില്ലേ, അതുകൊണ്ട് വെറുതെ ഇവിടെ വന്ന് സമയം കളയാതെ നീ വേഗം പോയി അമ്പാട്ടിലുള്ളവരെ ചോദ്യം ചെയ്യേ, അവരെങ്ങോട്ടാണ് പോയതെന്ന് അറിയാനായി സാധിക്കും. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ വിമലയ്ക്കാണെങ്കിൽ ആകെ ടെൻഷൻ ആവുന്നുണ്ട്. വിമല അങ്ങനെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, പോലീസുകാര് ഇങ്ങോട്ടേക്ക് വരണമെങ്കിൽ എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ എന്നങ്ങനെ ചിന്തിക്കുകയാണ്. ചു പറയുന്നുണ്ട്, ഞാൻ അന്വേഷിക്കുന്ന പ്രതി ഈ വീട്ടിൽ തന്നെയുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ലിമറ്റം ഫിനാൻസ് കേസിലെ മുഖ്യപ്രതി ഇവിടെയാണ്, പാട്ടിലെ മുകുന്ദനല്ല മുഖ്യപ്രതി, പ്രതി ചന്ദ്രകാന്തത്തിലെ ചന്ദ്രലേഖയാണെന്ന് അച്ചു അങ്ങനെ പറയുമ്പോൾ ചന്ദ്രയും വിജയശങ്കറും വിമലയും എല്ലാവരും തന്നെ ആകെ ഞെട്ടിത്തരിച്ച് അങ്ങനെ നിൽക്കുകയാണ്. ചന്ദ്ര അച്ചുവിനോട് ദേഷ്യപ്പെടുകയാണ്, നീ എന്നെ അപമാനിക്കാനാണോ ഇങ്ങോട്ടേക്ക് വന്നത്, എന്നെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ വിവരം അറിയുമെന്ന് പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അറസ്റ്റ് നടക്കട്ടെ എന്നിട്ട് വിവരം അറിയിക്കാം, നിങ്ങളെന്തായാലും അറസ്റ്റ് ചെയ്യാൻ പോവാണെന്ന് പറഞ്ഞ് പോലീസുകാര് ചന്ദ്രയെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നതും വിജയശങ്കർ തടയുന്നുണ്ട്. നിൽക്ക്, അവളെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഒരു കാര്യം അറിയണം, അഡ്വക്കേറ്റ് വിജയശങ്കറിന്റെ വീടാണ്, ഒരു പ്രതിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ കേസിനെ കുറിച്ച് വ്യക്തത വേണം, വെറുതെ ഒരു കുറ്റം ആരോപിച്ച് ഇവിടെ നിന്നും എന്റെ ഭാര്യയെ പിടിച്ചുകൊണ്ടുപോവാനാവില്ല എന്നങ്ങനെ വിജയശങ്കർ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, അതിന് ഈ വിജയശങ്കർ ആരാണ്, കിലിന്റെ പ്രകടനമൊക്കെ അങ്ങ് കോടതിയിൽ മതി, കേസിനെ കുറിച്ച് നിങ്ങൾക്ക് വ്യക്തതയല്ലേ വേണ്ടത്, അത് ഞാൻ തരാം. ഈ മുക്കുപണ്ടങ്ങളെല്ലാം പണയപ്പെടുത്തിയത് അമ്പാട്ടിലെ മുകുന്ദൻ തന്നെയാണ്, അതിന്റെ സോഴ്സ് അത് ഈ സ്ത്രീയാണ്. ിലെ മുകുന്ദൻ അത് സ്വർണമാണോ മുക്കുപണ്ടമാണോ എന്നറിയാതെ അത് പണയപ്പെടുത്തുക മാത്രമാണ് ചെയ്തത്, അയാൾ മനഃപൂർവ്വം ചെയ്തതല്ല. എന്നാൽ നിങ്ങൾ അങ്ങനെയല്ല, ഇതിന്റെ എല്ലാം മാസ്റ്റർ ബ്രെയിൻ നിങ്ങളുടേതാണ്. പ്രതിയിലിരിക്കുന്ന ആ തൊണ്ടി മുതൽ ഇവരുടെ പേരിൽ വാങ്ങിയതിന്റെ റെസിപ്റ്റ് ഉണ്ട്, പിന്നെ ഇവർ ആ മുക്കുപണ്ടം വാങ്ങുന്നതിന്റെ CCTV ഫുട്ടേജും കിട്ടിയിട്ടുണ്ട്. ഇവർ വാങ്ങിച്ച മുക്കുപണ്ടങ്ങളും കോടതിയിലിരിക്കുന്ന മുക്കുപണ്ടങ്ങളും ഒരേ കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്, അതാണ് ഇവര് അമ്പാട്ട് വീട്ടിലേക്ക് എത്തിച്ചത്. ഗുരുതരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് ചെയ്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ അറസ്റ്റിനോട് സഹകരിക്കണം. ചന്ദ്രകാന്തത്തിലെ ചന്ദ്ര എന്തായാലും അറസ്റ്റ് ചെയ്യപ്പെട്ടു കഴിഞ്ഞു എന്നങ്ങനെ അച്ചു പറയുമ്പോഴേക്കും ആകെ പേടിച്ചു വരച്ചുകൊണ്ട് ചന്ദ്ര രക്ഷപ്പെടാനായി വേഗം തന്നെ റൂമിലേക്ക് പോവുകയാണ്. വേഗം തന്നെ ചന്ദ്ര ഓടിപ്പോയി ആര്യയുടെ റൂമിൽ കയറി വാതിലടയ്ക്കുന്നുണ്ട്. ആര്യയാണെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താ അമ്മേ കാര്യമെന്ന് ചോദിക്കുന്നുണ്ട്. ചന്ദ്ര അപ്പൊ പറയുന്നുണ്ട്, എല്ലാം കൈവിട്ടു പോയി മോളെ, എന്നെ പിടിക്കാൻ വേണ്ടി പോലീസുകാർ വന്നിട്ടുണ്ട്, ആ മുക്കുപണ്ടം പണയ കേസിൽ എന്നെ കൊടുക്കാൻ അച്ചു അറസ്റ്റ് ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. 4 ദിവസം എന്നെ ജയിലിൽ കിടത്താനുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് അവൻ വന്നിരിക്കുന്നത്. അല്ല, അവന്റെ അപ്പൂപ്പൻ വന്നാലും ഞാൻ വാതില് തുറക്കില്ല, ഞാൻ അവരുടെ മുന്നിൽ കീഴടങ്ങാൻ പോകുന്നില്ല, നീ എന്തായാലും വാതില് തുറക്കണ്ട. അങ്ങനെ ചന്ദ്ര പറയുമ്പോഴേക്കും അച്ചു വന്ന് വാതില് മുട്ടുകയാണ്. ആര്യയാണെങ്കിൽ ആകെ പേടിച്ചുകൊണ്ട്, അമ്മേ വാതില് മുട്ടുന്നുണ്ട്, നമുക്ക് വാതില് തുറക്കാമെന്ന് പറയാണ്. ചന്ദ്ര ഇപ്പൊ പറയുന്നുണ്ട്, നീ എന്നെ പിടിച്ചു കൊടുക്കാൻ നോക്കുകയാണോ, ഇവിടെ മിണ്ടാതെ നിൽക്ക്, വാതില് തുറക്കണ്ട എന്ന് പറയാണ്. അങ്ങനെ അച്ചു പറയുന്നുണ്ട്, അറസ്റ്റിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റില്ല, വാതില് തുറക്കെന്ന് പറയാണ്. വീണ്ടും അച്ചു ആണെങ്കിൽ വാതില് തള്ളി തുറക്കാനായി പോവുകയാണ്. വിജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, എന്റെ വീട്ടിൽ കയറി അതിക്രമിച്ച് ചന്ദ്രയെ പിടിച്ചു കൊണ്ടുപോകാമെന്ന് നീ അങ്ങനെ വിചാരിക്കണ്ട എന്ന് വിജയശങ്കർ പറയുമ്പോൾ അച്ചു പറയുന്നുണ്ട്, നിങ്ങളുടെ ഭാര്യ ഈ പ്രവൃത്തി ചെയ്തത് നിങ്ങളുടെ അറിവോടെയാണെങ്കിൽ നിങ്ങളും പെട്ടുപോവും, പോലീസിനെ പരിഹസിക്കുന്ന പരിപാടിയാണ് നിങ്ങളുടെ ഭാര്യ ചെയ്തിരിക്കുന്നത്, നിങ്ങൾ എന്തായാലും പ്രതിയെ പിടികൂടാതെ ഇവിടെ നിന്നും പോവില്ല, നിങ്ങളും നിങ്ങളുടെ ഭാര്യയും ഇടയ്ക്കിടയ്ക്ക് എന്റെ ഈ തലയിലിരിക്കുന്ന തൊപ്പിയെ കുറിച്ച് പറയുന്നുണ്ടല്ലോ, തൊപ്പി എപ്പോഴും എന്റെ തലയിൽ തന്നെ ഉണ്ടാവും, തൊപ്പി തെറിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റുമെങ്കിൽ നിങ്ങൾ അത് ചെയ്യേ, അത് അപ്പൊ കാണാം, ചന്ദ്രലേഖ ഇറങ്ങി വന്നില്ലെങ്കിൽ അവരെ പിടിച്ചുകൊണ്ടുപോവാൻ എനിക്കറിയാം. അങ്ങനെ അച്ചു പറയുന്ന സമയത്ത് വിമല പറയുന്നുണ്ട്, അച്ചു ഇങ്ങോട്ടേക്കൊന്ന് മാറി നിൽക്ക്, ചന്ദ്രേച്ചിയോട് ഞാൻ സംസാരിക്കാമെന്ന് പറഞ്ഞ് വിമല പോയി വാതില് മുട്ടുന്നുണ്ട്. ചന്ദ്രേച്ചി വാശി പിടിക്കാതെ വാതില് തുറക്ക്, തിറങ്ങി വായോ എന്ന് പറയാണ്. ചന്ദ്ര അപ്പോ വിമലയെ ചീത്ത പറയുന്നുണ്ട്, എടി അവസരവാദി, പോലീസിനെ പിടിച്ചു കൊടുക്കാൻ നിനക്കാണല്ലോ വെപ്രാളം. അങ്ങനെ ചന്ദ്ര പറയുമ്പോൾ ആര്യ പറയുന്നുണ്ട്, അമ്മയില്ലാതെ പോലീസുകാരെ ഇവിടെ നിന്നും പോകുമെന്ന് തോന്നുന്നില്ല, ഓടായാലും വാതിൽ തുറക്കേണ്ടി വരില്ലേ, ഇതിനകത്തിരുന്ന് എന്ത് ചെയ്യാനാണ്. അങ്ങനെ ആര്യ പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറയാണ്. അച്ചു ആണെങ്കിൽ വീണ്ടും ദേഷ്യപ്പെട്ടുകൊണ്ട്, യാതയ്ക്ക് വാതിൽ തുറക്ക്, അല്ലെങ്കിൽ ഞാൻ ഈ വാതിൽ ചവിട്ടി പൊളിക്കുമെന്ന് പറയാണ്. ജയശങ്കർ അപ്പൊ പറയുന്നുണ്ട്, എന്റെ വീടിന്റെ വാതിൽ തല്ലിപ്പൊളിക്കാൻ ഞാൻ സമ്മതിക്കില്ല, പോലീസുകാർക്ക് ഇവിടെ വന്ന് എന്ത് തോന്നിയ വാസവും ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട, നിങ്ങൾ
എന്തായാലും കുറച്ച് വെയിറ്റ് ചെയ്യേ, എനിക്ക് ACPയുമായിട്ടൊന്ന് സംസാരിക്കണം. അവരെ കൊണ്ടുപോകുന്ന കാര്യം അതിനുശേഷം നമുക്ക് സംസാരിക്കാമെന്ന് വിജയ് ശങ്കർ അങ്ങനെ അച്ചുവിനോട് പറയാണ്. അച്ചു അപ്പോൾ ഓ ശരി എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുന്നുണ്ട്. ഇതോടെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.